സിനിമയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കളക്ഷൻ കൂട്ടി പറയുന്നു എന്നൊരു ആരോപണമുണ്ട്. പക്ഷേ കളക്ഷൻ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തുകയ്ക്കുള്ള ഇൻകം ടാക്സ് അടക്കണ്ടേ? അപ്പോൾ പിന്നെ ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യും. ഇവിടെ ചെയ്യുന്നത് ഒരു 10 കോടി രൂപ ഒരാളുടെ കയ്യിൽ ബ്ലാക്ക് മണി ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു 20 കോടി അയാൾക്ക് കളക്ഷൻ കിട്ടി. അപ്പോൾ അയാൾ പറയുന്നു ഈ പടത്തിന്റെ ശരിക്കുള്ള കളക്ഷൻ 30 കോടിയാണെന്ന്. എന്നിട്ട് ഇയാളുടെ കയ്യിലുള്ള ഈ 10 കോടി കൂടെ ചേർത്തിട്ട് ഇതിന്റെ കളക്ഷൻ ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഇൻകം ടാക്സ് അടക്കേണ്ടി വരും. ഈ ടാക്സ് അടച്ചിട്ടും ബാക്കി കിട്ടുന്ന ഒരു എമൗണ്ട്, ആ എമൗണ്ട് ഇപ്പോൾ ഫുള്ളി വൈറ്റ് ആണ്. സോ നേരത്തെ ഈ 10 കോടി രൂപ ഇയാൾക്ക് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ടാക്സ് അടച്ച് ബാക്കി കിട്ടിയ 5 കോടിയോ 6 കോടിയോ ലീഗലായിട്ടുള്ള പണമായിട്ട് മാറി. സോ ഇങ്ങനെയാണ് സിനിമയിൽ കളക്ഷൻ കൂട്ടി പറഞ്ഞിട്ട് ബ്ലാക്ക് മണിയെ വൈറ്റ് ആക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്കോപ്പ് കുറഞ്ഞു വരികയാണ്. കാരണം നമ്മളാണെങ്കിലും സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബുക്കിംഗ് ആപ്പ് വഴിയാണ്, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയാലും ഗൂഗിൾ പേ വഴിയൊക്കെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ക്യാഷ് പേയ്മെന്റ് കുറവാണ്. സോ ഡിജിറ്റൽ പേയ്മെന്റിനെല്ലാം ഇപ്പൊ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ ക്യാഷ് പേയ്മെന്റ് ഇത്രയും വലിയൊരു എമൗണ്ട് വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പുറത്ത് അന്വേഷണം വരാനും സാധ്യതയുണ്ട്. ബ്ലാക്ക് മണിയെ കുറിച്ചും മണി ലോണ്ടറിങ്ങിനെ കുറിച്ചും വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്.